ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം നമ്മൾ നമ്മുടെ അഗത്തി ദ്വീപിൻ്റെ ഏറ്റവും എൻഡിലോട്ട് പോവുകയാണ്. തെക്ക് ഭാഗത്ത് നമ്മൾ എയർപോർട്ടിൻ്റെ ആ ഒരു പരിസരമാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, നമ്മുടെ ആ ഒരു എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വശം കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചുകൂടെ ഇങ്ങനെ തെക്കോട്ട് വരണം. അങ്ങ് കാണുന്ന ആ എൻഡ് വരെയാണ് നമ്മുടെ അഗത്തി ഉള്ളത്. ഈ കാണുന്നതൊക്കെ എയർപോർട്ട്. ഇതൊക്കെ എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ. ഒരാൾ വരുന്നുണ്ടോ? നമ്മുടെ അഗത്തി എയർപോർട്ട് ആണ്. ഇതാ കണ്ടോ, ഇനി അങ്ങ് വരെ പോകണം. അങ്ങ് എൻഡ് വരെയാണ് അഗത്തി, ഇല്ലയോ? ഇതൊക്കെ നല്ല ചെടിയും കാര്യങ്ങളും, നല്ല രസമുണ്ട്. നമ്മുടെ ലക്ഷദ്വീപിൻ്റെതോ അവിടെ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ബോട്ടിൽ കയറിപ്പോയി. അവരവിടെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പോകാൻ വേണ്ടി പോകുന്നു. എനിക്കത് കയറിയ അവിടെ ഇരുന്നതോ എന്തൊക്കെയോ പറക്കിയെടുക്കുന്നു. എന്തുവന്നുണ്ടോ? അതെ, നല്ല രസമുണ്ട്. ഇത് മറ്റേ ഇതുപോലെ ഇരിക്കുന്ന ഇത് കണ്ടോ? അല്ല, മറ്റൊരു ഈ പായ ഉണ്ടാക്കുന്ന സാധനം ഇല്ലേ നമ്മുടെ അവിടുത്തെ, അതുപോലെ ഇരിക്കുന്ന കണ്ടിത്. അതാന്ന് തോന്നുന്നില്ലയോ? കണ്ടിത്. ആ, ഇത് എയർപോർട്ടിൻ്റെ സൈഡ് ഭാഗമോ ഇതൊക്കെ. പക്ഷേ ഈ ചെടി കൊള്ളാം. ഇത് കൽപ്പറ്റയിലല്ല ഇഷ്ടം പോലെ ഉള്ളത്. അതെ, അതുണ്ട്. അതെനിക്ക് തോന്നുന്ന മറ്റേ ഇതാ പായ ഉണ്ടാക്കുന്ന സാധനം. അതിൻ്റെ ഇങ്ങനെ കൊണ്ടൊരു വെള്ളപ്പൂവായിട്ട് വേറൊരു ചെടിയുണ്ട്. ഞാൻ ഇതുവരെ കണ്ടില്ല. ഇത് ഇപ്പം കാണുന്നത് അതാ. ഇതെന്താ ചെടിയാ? ദീപകാർ പ്ലീസ് കമൻറ്റ് ബില്ലോ. ഇതെന്തുവാ ഇത്? ഇതൊരു കായ നിപ്പുണ്ട് അതിനകത്ത്. ഇത് വെളുത്ത കാതുകൊണ്ട്. അവിടെ ഒരു കായ ഉണ്ട് അതിനകത്ത്. ഈ മരം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതാണ് എയർപോർട്ട്. ഫീരക്ക കിടക്കുന്നു. ഫീരക്ക വിട്ട് കിട്ടണേ. വിട്ടണേ, കാഴ്ച വിട്ടേക്കുന്നു. നമ്മളിപ്പോൾ ഈസ്റ്റേൺ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വരുന്നുണ്ട് ആ ബോട്ടുകാരില്ല? ഇല്ല, അവർ അപ്പുറത്തെ സൈഡിൽ പോകാമെന്നല്ലേ പറഞ്ഞേ. അവിടെ ഒരാൾ പോകുന്നുണ്ടോ? പിന്നെ പറയുന്നത് എന്താ? ഇത് ഞണ്ടല്ല, കോമ്പ് കൈ കൊണ്ട് എടുക്കുമല്ലോ ഇതിനെ. എനിക്ക് വേണ്ട. കണ്ടോ പോകുന്നുണ്ടോ? കണ്ട കോമ്പെന്നാ ഇതിനെ പറയുന്നത്. മറ്റേ തിണ്ണക്കരയിലെല്ലാം പോയാൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇത്. അതിൻ്റെ വീട് ഇതെന്താ സാധനമാ? ഷേടി. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇല്ല, ഇതെന്തിനാ ഉപയോഗിക്കുന്നത് അറിയത്തില്ല. നമ്മൾ പണ്ട് സ്ലേറ്റ് മായ്ക്കാൻ ഇല്ലയോ? പണ്ടത്തെ സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഇതെന്നാ പറയുന്നത്. പലക. ഇവിടെ ഇച്ചിരി സ്ഥലമുണ്ട് ഇല്ലയോ? ഞങ്ങളിതേ കാണുന്നത് എയർപോർട്ട്. ഇവിടെ പിന്നെ പാമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് പാമ്പുണ്ടോന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഉണങ്ങി വെട്ടിയിട്ടതാന്ന് തോന്നുന്നു ഇല്ലയോ? കാട് വെട്ടി തെളിച്ചതാ. നമ്മുടെ മറ്റേ ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ല ഇല്ലയോ? ആണ് നമ്മുടെ ദ്വീപിൻ്റെ തെക്കുതാണ്. എന്ത് ലൈറ്റ് പോലത്തെ സംഭവങ്ങൾ എയർപോർട്ടിനുണ്ട്. ആ കാണുന്നത് എയർപോർട്ട്. അതുകൊണ്ട് അഗത്തി എയർപോർട്ടാണ് കാണുന്നത്. അത്ര അടുത്ത് നിന്ന് നമുക്ക് എയർപോർട്ടൊക്കെ കാണാമില്ല. പക്ഷെ അന്ന് ഫ്ലൈറ്റ് വന്നപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നിന്നാൽ മതിയായിരുന്നു. ലാൻഡിങ് കാണാൻ പറ്റില്ല, പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ കറങ്ങിപ്പോകുന്ന കാണാൻ പറ്റുമായിരുന്നില്ല. അവര്
മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടോ? ശരി, ഇങ്ങോട്ട് അടുത്ത് ബോട്ട് പൊക്കൂടായോ? ഇതെല്ലാം മീൻ പിടിക്കാൻ പോവാ. നമ്മുടെ ഈ ദ്വീപ് എന്ത് ചെയ്യുന്നതോ അങ്ങ് വരെ, അങ്ങ് ലാസ്റ്റ്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കൽപ്പട്ടി എന്ന് പറയുന്ന ചെറിയൊരു ദ്വീപുണ്ട്. ആൾതാമസമൊന്നുമില്ല അവിടെ, ചെറിയൊരു ദ്വീപാണ് അത്. നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവിടെ പോകും. നല്ല രസമാണ്. ഇതുപോലെ എൻ്റെ അതാണ്ട് ഇതുപോലത്തെ മുള്ളു പോലത്തെ സാധനമുണ്ട് ഇവിടെ. അങ്ങ് കണ്ണി നമ്മൾ കൽപ്പട്ടി പോയപ്പോൾ കണ്ടില്ലേ? ഇതൊക്കെ നമ്മുടെ അവിടെ ഉള്ളതാ. ഈ നിൽക്കുന്ന ഈ സാധനം നമ്മുടെ അവിടെ ഉണ്ടല്ലോ. ഓ, ഇത് ഇച്ചിരി നല്ല, ഈ മുള്ളു തന്നെ വളരുന്നതാ. അത് നല്ല മുള്ളു പോലത്തെ കൊണ്ടുവരുന്ന സംഭവം. പക്ഷേ ഈ ചെടിയാണ് ഏറ്റവും കൂടുതൽ. ആയിരിക്കും, ഇഷ്ടം പോലെ ഉണ്ട് അത്. പിന്നെ നമ്മുടെ മറ്റേ എന്തായിരുന്നു, ചീഞ്ഞഫളം. ചീഞ്ഞഫളത്തിൻ്റെ മരം ഇഷ്ടം പോലെ. അതാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഉണ്ട് ചീഞ്ഞഫളം. ഇതെല്ലാം മരം വെട്ടി കോതി ഇട്ടേക്കുന്നത്. അവരങ്ങ് പോയി. ഇതിലെനിക്ക് തോന്നി ഇവരിപ്പുറത്തൂടെ പോയി അപ്പുറത്തൂടെ വരാനാന്ന് തോന്നുന്നു. ഇതെന്തുവാ കുപ്പിയിൽ വഴിയോ? ഇതെന്ത് കൊള്ളാമല്ലോ. ഇത് നല്ല രസമുണ്ട്. ആ, നല്ല ഭംഗിയുണ്ട്. നോക്കി. അതാ. ആ ശരി, അതിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. സേവ് ദ ഡേറ്റ് ഒക്കെ ഇവിടെ വെച്ചും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, ഞങ്ങൾക്ക് മുമ്പ് വേറെ ആരോ ഇതുവഴി പോയേക്കുന്നു. കണ്ടോ, ആരാന്നറിയത്തില്ല. കണ്ടോ കണ്ടോ, നേരെ ലെവലിൽ നടന്നു പോയേക്കുന്നു. നമ്മളൊക്കെ അന്ന് ഇങ്ങനെ, ഇത് ചെരുപ്പില്ലാതെ പോയതാ ഇല്ലയോ? അതാ, നമ്മള് വന്ന വഴി കണ്ട് വണ്ടി വിളിക്കണോ ഇനി തിരിച്ചു പോകാൻ? ഞങ്ങൾ അവിടുന്ന് നടന്നു വന്നത്. കാണുന്ന പോലെയല്ല, നല്ല ദൂരമുണ്ട്. പക്ഷെ രസമുണ്ട്. എപ്പോഴും ഇവിടെ മീനൊക്കെ പിടിക്കാൻ ആൾക്കാർ കാണേണ്ടത്. ഇന്നാരും ഇല്ല. ഞങ്ങൾ കണ്ട എൻ്റെ എത്താറായി. നടന്ന് ഒരാമ പോലും വന്നില്ല. ഇവിടെ കൂടുതൽ ആമ വന്ന്. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിൻ്റെ ഒരെണ്ണം വന്നിരുന്നെങ്കിൽ കാണാൻ എത്തില്ല. വേണ്ട ഒരാൾ ഇതിലേ കൂടെ. നമുക്ക് അപ്പുറത്തെ വഴി നടന്നു വരാൻ പറ്റുമോ? അപ്പുറത്തെ ഞങ്ങൾ ഇത്രയും തിരിച്ചു നടക്കണം. ആര് വരുന്നു? ആ, ഗസ്റ്റുകൾ ഇതോ ആരൊക്കെ വരുമായിരിക്കും. ആ, അവർ ഞങ്ങളെ പുറകിൽ അപ്പുറത്തൂടെ പന്തിരിച്ച് എത്തത്തില്ലയോ? അതോ ഇനി കടലാണോന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട് വരുമോ ഇങ്ങോട്ടല്ലയോ? പക്ഷെ ഈ പോയ ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയത്തില്ലല്ലോ. ആ ഉണ്ട്, രണ്ടുപേരുണ്ട്. ഓ, അവിടെ നിൽപ്പുണ്ട്. രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കാൽപ്പാടുകളുടെ ഉടമസ്ഥരെ നമ്മൾ കണ്ടുപിടിച്ച് അവിടെ നിൽപ്പുണ്ട്. ഓ, ഞങ്ങൾ ഇത്രയും ദൂരം നടന്ന് ഇനി എന്ത് തിരിച്ചു പോകണം ഞങ്ങൾക്ക്? അതൊന്നും അല്ല, അതിനപ്പുറം പോകണം. നമ്മൾ തിരിച്ചു നടക്കുക. ഞങ്ങൾക്ക് വയ്യ, മതിയായി. എന്തായാലും അവിടം വരെ എത്തത്തില്ല. നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ എത്തിയേനെ. അതുകൊണ്ട് ഇനി അത്രയും കൂടെ പോകാനുണ്ട്. പറ്റത്തില്ല, കാല് വേദന എടുക്കും. ഇനി ഒരു ദിവസം നമുക്ക് അപ്പുറം സൈഡിൽ കൂടെ വരാം ഇല്ലയോ? ആ സൈഡിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാം. നമുക്ക് ഇനി ഒരു ദിവസം അപ്പുറത്തൂടെ വരാം. അപ്പോൾ നമ്മൾ ഏറ്റവും എൻഡ് വരെ പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സന്ധ്യ ആയത് കാരണം നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇനി ഒരു ദിവസം നമുക്ക് അങ്ങ് എൻഡ് വരെ പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം.